നമസ്കാരം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITIയിലെ SFI KSU സംഘർഷം കൊടിമരത്തിന്റെ പേരിലായിരുന്നു. പോലീസിന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാതെ ക്യാമ്പസിനകത്തും പുറത്തുമുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത SFIയുടെ ധിക്കാരമാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നായിരുന്നു KSU വാദം. പ്രകോപനം KSUവിന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്ന് SFIയും പറയുന്നു. കലാലയങ്ങളിലെ രക്തച്ചൊരിച്ചിൽ പുതിയ സംഭവമല്ലെങ്കിലും കണ്ണൂരിൽ അത് അതിരുവിട്ടു പോയിരിക്കുന്നു. കയ്യൂക്കിൽ അടിച്ചൊതുക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയമാണോ കണ്ണൂരിൽ ഇന്ന് നമ്മൾ കണ്ടത്? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത്. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് PS, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ആൻ, യഥാർത്ഥത്തിൽ ഇന്ന് സംഘർഷത്തിന് ഇടയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇന്ന് ഒരു ദിവസം മാത്രമുണ്ടായ സംഭവമല്ല. ഒരു ദിവസം എന്തോ വലിയ സംഘർഷം ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് ഇവർ ചിത്രീകരിക്കുന്നത്. പക്ഷേ സെപ്റ്റംബർ 26-ാം തീയതി ദേവകുമാർ എന്ന വിദ്യാർത്ഥിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് 2 SFIക്കാർ റിമാൻഡിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 26-ാം തീയതി ഉണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 4-ാം തീയതി പാർട്ടി അവിടെ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഒക്ടോബർ 4-ാം തീയതി സെപ്റ്റംബർ 26-ലെ ക്രൂരമർദ്ദനത്തിന് മറുപടിയായിട്ട് പ്രതിരോധമായിട്ട് ഒക്ടോബർ 4-ാം തീയതി ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. നവംബർ 6-ാം തീയതി വീണ്ടും കൊടിമരം വെക്കാൻ ശ്രമിക്കുന്നു, സംഘർഷം ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഡിസംബർ 8-ന് വീണ്ടും കൊടിമരം വെക്കാൻ ശ്രമിക്കുന്നു, കൊടിമരം സ്ഥാപിക്കുന്നു, കൊടിമരം നശിപ്പിക്കുന്നു. അങ്ങനെ സംഘർഷങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതുപോലെ SFIയുടെ ഒരു കോട്ടയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി ശബ്ദങ്ങളെ അനുവദിക്കാത്ത ഒരു ക്യാമ്പസിൽ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സംഘടന അവരുടെ പൊളിറ്റിക്കൽ സിമ്പിളായിട്ടുള്ള ഒരു കൊടിമരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കുന്നത് എന്നത് ജനാധിപത്യപരമായിട്ട് നമ്മളെല്ലാവരും എത്രമാത്രം പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ITIയിലെ സംഭവത്തിലേക്ക് വന്നാൽ ഇന്ന് ഈ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാധ്യത നേരത്തെ തന്നെ നിലനിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നേരത്തെ തന്നെ പോലീസ് സേന എത്തിയിട്ടുണ്ടാകണം. അവർ ഈ സംഘർഷത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിലെ ജാഗ്രതയിലായിരിക്കണം പോലീസ് ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ടും ഇതെങ്ങനെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അടിപിടിയിലേക്ക് എങ്ങനെയാണ് മാറിയത്? ഇന്നത്തെ സംഘർഷത്തിന് തുടക്കമിട്ടത് എവിടെ നിന്നാണ്? പോലീസിനെ വരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ, ഉന്നത പോലീസ് ഓഫീസേഴ്സിനെ വരെ സമരഭൂമിയിൽ ആക്രമിക്കുന്ന, തെറി പറയുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങൾ SFI നേതാക്കളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നതാണ്. ഇവിടുത്തെ സർവകലാശാലകൾ, ഇവിടുത്തെ ക്യാമ്പസിലെ പ്രിൻസിപ്പാളുമാരെ വധഭീഷണിയും അവരെ റിട്ടയർമെൻറ്റിന് ശേഷം പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ, വിക്ടോറിയ കോളേജിൽ ഉൾപ്പെടെ പ്രധാന അധ്യാപകർ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ SFIയുടെ ജില്ലാ നേതാവ് ആവർത്തിച്ച് പറയുന്നുണ്ടായി, ഇവിടെ എങ്ങനെ സംഘർഷം നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. ജീർണിച്ച വലതുപക്ഷത്തിന്റെ ചിന്താഗതിയാണ്. മാധ്യമങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു എന്നൊക്കെ കണ്ണൂരത്തെ ജില്ലാ നേതാവ് ചോദിക്കുന്നത് ഞാൻ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായിരുന്നു. SFIയുടെ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് KSU കൊടി സ്ഥാപിക്കുന്ന ദിവസം അവിടെ സംഘർഷമുണ്ടാകും എന്നുള്ളത് ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന രീതിയിലാണ് SFIയുടെ ഏകാധിപത്യം.
അവിടെ SFIക്ക് ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ കൊടി സ്ഥാപിക്കുന്ന ദിവസം, മുദ്രാവാക്യം വിളിക്കുന്ന ദിവസം, മറ്റ് സംഘടനകൾ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അവിടെ ചോരപ്പുഴ ഒഴുകുമെന്ന് കണ്ണൂരത്തെ മാധ്യമ പ്രവർത്തകർക്ക്, കണ്ണൂരത്തെ പോലീസുകാർക്കൊക്കെ ഒരു സാധാരണ സംഭവമാണ്. അത് അവിടെ ഉറപ്പായിട്ടും നടക്കുമെന്ന രീതിയിലാണ് അവിടുത്തെ ബോധത്തെ വരെ SFI സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ണൂരിൽ മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തെ സംഭവങ്ങളും നമ്മൾ ഈ വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം സിദ്ധാർത്ഥുമാർ സംഭവിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ സമരത്തിനിറങ്ങൂ, സിദ്ധാർത്ഥുമാരെ പോലെ ജീവനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വാർത്ത കൊടുക്കൂ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ നോക്കിയിരിക്കാൻ പറ്റില്ല. ഇവിടെ 5 മിനിറ്റ് മുന്നേ നമ്മൾ കണ്ട വാർത്ത എന്താണ്? ഇടുക്കിയിൽ MM മണിയുടെ പ്രസംഗമാണ്. തല്ലണ്ടവരെ തല്ലണം, തിരിച്ച് തല്ലിയും അടിച്ചൊതുക്കിയുമാണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം എന്ന് MM മണി പറയുകയും, അങ്ങനെ പറയുമ്പോൾ കെ സുധാകരൻ പറഞ്ഞ കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് തിരിച്ചടിക്കാം എന്ന് കെ സുധാകരൻ പറയുന്ന കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്.